Dear students, welcome to English class. 9th standard, Tolstoy Farm by Mahatma Gandhi, and it is page 62. Come to the lesson. Tolstoy Farm ആണ് മഹാത്മജി ജീവചരിത്രത്തിൽ എഴുതിയ ഭാഗമാണ്. ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്തതാണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ജോഹാനസ്ബർഗിനടുത്ത് 30 കിലോമീറ്റർ അകലെ ട്രാൻസ്വാളിൽ താമസിക്കുന്ന ട്രാൻസ്വാളിൽ സ്ഥാപിച്ച ഒരു സാമൂഹ്യ കേന്ദ്രമാണ് ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് കൊടുത്ത പേരാണ് ടോൾസ്റ്റോയ് ഫാം. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഹെർമൻ കാൾ ആഷ് കൂടി അതിലുണ്ട്. എഴുതി നോക്കുക. അവിടെ പഠിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. 100 കൊല്ലം മുന്നാണ്. ബട്ട് ആസ് ഐ ഫുള്ളി അപ്രീഷിയേറ്റഡ് APRECITE അപ്രീഷിയേറ്റഡ് ആസ്വദിക്കുക, അംഗീകരിക്കുക. നൗണ് അപ്രീസിയേഷൻ APPRECIATION നൗണ് ആസ്വാദനം അല്ലെങ്കിൽ അംഗീകാരം. But I fully appreciated the necessity of a literary training. ഞാൻ അതിനെ അംഗീകരിച്ചു. ഇവിടെ അംഗീകരിക്കലാണ്. പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിച്ചു. ദ നെസസിറ്റി അത്യാവശ്യം, ആവശ്യകത. NECESSITY നെസസിറ്റി നൗണാണ്, ആവശ്യകത. That is what we say need. The need of a literary training. Literary ഭാഷാപരമായ ആണ് ലിറ്റററി. ലിറ്ററേച്ചർ സാഹിത്യമാണ് അല്ലെ. കുട്ടികൾക്ക് ഭാഷാപരമായിട്ട് പരിശീലനം കൊടുക്കണം, അക്ഷരങ്ങൾ പഠിപ്പിക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് വി സേ ലിറ്ററസി. സാക്ഷരത. ലിറ്ററസി എന്താണ്? സാക്ഷരത. കണ്ട, ലിറ്ററസി. ഇല്ലിറ്ററസി നിരക്ഷരത. ഇല്ലിറ്ററേറ്റ് നിരക്ഷരൻ. ലിറ്ററേറ്റ് സാക്ഷരൻ. ലിറ്ററസി സാക്ഷരത. ലിറ്റററി അക്ഷരം സംബന്ധിച്ച. ലിറ്റററി ട്രെയിനിങ് ഇൻ എഡീഷൻ. അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ പഠിപ്പിച്ചാൽ പോരാ, അവർക്ക് അക്ഷരം കൂടെ പഠിപ്പിക്കണം, ഭാഷ കൂടെ പഠിപ്പിക്കണം. I started some classes with the help of Mr. Kallenbach. അപ്പം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ കാലൻബാഷിന്റെ സഹായത്തോടെ അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ആൻഡ് ZERT, അതാണ് SJT നോക്കൂ, പ്രാഗ്ജി ദേശായി. പ്രാഗ്ജി ദേശായി, നമ്മുടെ മൊറാർജി ദേശായി എന്നൊക്കെ പറയുന്ന അതേ ശ്രേണിയിൽപ്പെട്ട ആ വിഭാഗക്കാര്, അതാണ് പ്രാഗ്ജി ദേശായി. ZERT പ്രാഗ്ജി ദേശായി. Nor did I underrate the building up of the body. Underrate താഴ്ത്തി കാണുക. ഒരു കാര്യത്തിൽ താഴ്ത്തി കാണുക. റേറ്റ് അണ്ടറായി കാണുക. ഇല്ല, ഞാൻ ശാരീരിക പരിശീലനത്തെ അല്ലെങ്കിൽ കളിയെ ഒരിക്കലും, അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ഒരിക്കലും അങ്ങനെ താഴ്ത്തിയും കാണുന്നില്ല. ഒരു കുട്ടിക്ക് ഫിസിക്കൽ ട്രെയിനിങ് വേണം, മെന്റൽ, ദാറ്റ് ഈസ് ലാംഗ്വേജ് ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ട്രെയിനിങ്, അതായത് അക്ഷര സാക്ഷരത വേണം, ഗണിത സാക്ഷരത വേണം, കുട്ടിക്ക് കായിക പരിശീലനം വേണം. ഇതൊക്കെ മഹാത്മജിയുടെ ചിന്തയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം മിസ്റ്റർ കാലൻബാഷിന്റെയും പ്രാഗ്ജി ദേശായിയുടെയും സഹായത്തോടെ അദ്ദേഹം അവിടെ പഠിപ്പിക്കൽ ആരംഭിച്ചു. പക്ഷെ നോർന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ കളിയെ, കുട്ടികളുടെ ശാരീരികമായുള്ള കാര്യങ്ങൾ ഒരിക്കലും താഴ്ത്തി കാണുന്നില്ല. This they got in the course of their daily routine. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് അവർക്ക് കായിക പരിശീലനം പഠിപ്പിക്കേണ്ട. കാരണം ദിവസത്തെ കാര്യങ്ങൾ അവർ തന്നെയാണ് അവരുടെ ആ കമ്മ്യൂണിറ്റി സെന്ററിൽ തോട്ടം ഉണ്ടാക്കുന്നതും പച്ചക്കറികൾ ഉണ്ടാക്കുന്നതും. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കായികമായ പരിശീലനവും അവിടെ ലഭിക്കും. റൊട്ടീൻ, ദിനചര്യ, ROU
ദിനചര്യ. അപ്പം ദിനചര്യയുടെ ഭാഗമായിട്ട് അവർക്ക് കായിക പരിശീലനം ലഭിക്കും. ഇപ്പോഴിവിടെ അക്ഷര പഠനവും ലഭിക്കുന്നു. For there were no servants on the farm. ഞങ്ങളുടെ ഫാമിൽ, ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി സെന്ററിൽ പരിചാരകരായിട്ടൊന്നും ആരുമില്ല. ആൻഡ് ഓൾ ദ വർക്ക്, അവരുടെ ഭക്ഷണവും അവിടുത്തെ ജീവിതവും ഒക്കെ അവർ തന്നെ ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾ ദ വർക്ക്, ജോലികളൊക്കെയും ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവെഞ്ചിങ്. നോക്കൂ, വലിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിറ്റി സെന്റർ അല്ലേ ഇത്. കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പം കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യലും കുട്ടികൾക്ക് ഉള്ളതായിട്ടുള്ള ശുചീകരണവും അതൊക്കെ തന്നെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഈ ഹെർമൻ കാൽമാഷിന്റെ നേതൃത്വത്തിൽ, ഇപ്പോഴേ പറഞ്ഞിരിക്കുന്ന സെർട്ട് പ്രാഗ്ഞി ദേശായിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ദേ ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ ഫ്രം മഹാത്മജി ആൻഡ് ഗുഡ് അതർ കൾച്ചർ. അവർക്ക് മറ്റു നല്ല സംസ്കാരവും ലഭിക്കുന്നുണ്ട്. For there were no servants on the farm. ഞങ്ങളുടെ സെന്ററിൽ വേലക്കാരൊന്നുമില്ല. ആൻഡ് ഓൾ ദ വർക്ക്, എല്ലാ ജോലിയും, ഫ്രം കുക്കിംഗ്, അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന മുതലേക്ക്, ടു സ്കാവെഞ്ചിങ്. എന്താണ് ശുചീകരണം? That is cleaning. അങ്ങനെ ശുചീകരണ പ്രക്രിയ വരെ, എന്തിന് വസ്ത്രം കഴുകുന്ന പ്രവൃത്തി വരെ അവർ തന്നെ ചെയ്യണം. അതാണ് സെൽഫ് റിലയൻസ്, ഗാന്ധിയുടെ സ്വാശ്രയം. സെൽഫ് റിലയൻസ്, സ്വാശ്രയം. ഒരു വ്യക്തി അയാളെ തന്നെ ആശ്രയിക്കുക, അത് സ്വാശ്രയം. സ്വയം ആശ്രയിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ആ രാമരാജ്യം എന്നുള്ള കോൺസെപ്റ്റിലേക്ക്, സങ്കല്പത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ പഠിക്കണം, കളിക്കാം, എന്നാൽ ശുചീകരണ പ്രക്രിയ അവർ തന്നെ ചെയ്യണം. വാസ് ഡൺ ബൈ ദ ഇൻമേറ്റ്സ്. അന്തേവാസി, INMATE, അന്തേവാസി, അവിടെ താമസിക്കുന്നവർ. ആ താമസിക്കുന്ന കുട്ടികൾ തന്നെ കുക്കിംഗ് നടത്തണം, ക്ലീനിങ് നടത്തണം, ദാറ്റ് ഈസ് സ്കാവെഞ്ചിങ് നടത്തണം, ഓൾ അതർ വർക്ക്സ്. There were many fruit trees. ധാരാളം പഴച്ചെടികളുണ്ട്. ടു ബി ലുക്ഡ് ആഫ്റ്റർ, അതിനെ സംരക്ഷിക്കണം, അവയ്ക്ക് വെള്ളമൊഴിക്കണം, അവയെ വളർത്തണം. ആൻഡ് ഇനഫ് ഗാർഡനിങ്, വേണ്ടത്ര പച്ചക്കറി തോട്ടങ്ങളുണ്ട്, പൂന്തോട്ടമുണ്ട്, അതിന് നന കൊടുക്കണം. ടു ബി ഡൺ, ഇതൊക്കെ ചെയ്യാനുണ്ട് ആസ് വെൽ. സോ മെനി തിങ്സ്. ദർ ഈസ് ഫ്രൂട്ട് ട്രീസ്, ദർ ഈസ് ഗാർഡൻസ്, ആൻഡ് ദർ ഈസ് ഫ്ലവർ പ്ലാന്റ്സ്, പൂച്ചെടികളുണ്ട്. ആൾ ടു ബി വാട്ടേഡ്, എല്ലാറ്റിനും നനയ്ക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് ടു ബി ലുക്ഡ് ആഫ്റ്റർ. And enough gardening to be done as well. Mr. Kallenbach was fond of gardening. Kallenbachന് തോട്ടം വെച്ച് പഠിപ്പിക്കൽ വലിയ ഇഷ്ടമാണ്. And had gained some experience of this work in one of the governmental model gardens. അതായത് അദ്ദേഹത്തിന് അത്തരം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചു കൊടുത്തതിൻ്റെയും അല്ലെങ്കിൽ അതിനായിട്ട് സഹകരിച്ചതിനും പരിചയമുണ്ട്. നല്ല രീതിയിൽ, അതായത് ഇൻ ഗുഡ് സ്റ്റൈൽ, നല്ല രീതിയിൽ തോട്ടം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് അറിയാം, കാൽൻബാഷിന് അറിയാം. ആൻഡ് ഗവൺമെന്റ് മോഡൽ ഗാർഡൻസ്. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി. ഒബ്ലിഗേഷൻ കടപ്പാടാണ്. ഒബ്ലിഗേറ്ററി, കടപ്പാടുള്ള, അതാണ് ഒബ്ലിഗേറ്ററി. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ യങ് ആൻഡ് ഓൾഡ്. അതുകൊണ്ട് അവിടെയുള്ള വലിയവരാകട്ടെ ചെറിയവരാകട്ടെ ആരാണെങ്കിലും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. who are not engaged in the kitchen. അപ്പൊ അടുക്കളയിൽ പണിയെടുക്കുന്നവരെ അടുക്കളയിൽ പണിയെടുക്കുക, അപ്പോഴേ അല്ലാത്തവരെ തോട്ടത്തിൽ പണിയെടുക്കുക, അല്ലാത്തവരെ ഗാർഡനിങ്ങിൽ പണിയെടുക്കുക, അല്ലാത്തവരെ സ്കാവെഞ്ചിങ് വർക്ക് നടത്തുക. എവരിബഡി ടു എൻഗേജ് ഇൻ എനി ആക്ഷൻ. എല്ലാവരും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടണം. ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. എല്ലാവരും ഇത്തരം തോട്ട പണിക്കും അടുക്കള പണിക്കും സ്കാവെഞ്ചിങ് വർക്കിനും ക്ലീനിങ് വർക്കിനും ഉൾപ്പെടണം. The children had the lion's share of this work. The lion's share, വലിയ പങ്ക്. Lion's share. ഒരുപാട് മൃഗത്തിനെ കൊന്നാല് സിംഹണല്ല അതിന്റെ അതാണ് സിംഹഭാഗം. അതാണ് സിംഹഭാഗം.
വെച്ചാല് വലിയ പങ്ക്. അപ്പം കുട്ടികളാണ് ഇതിൽ വലിയ പങ്കും വഹിക്കുന്നത്. ദേ ഡു. അതാണ് ഗാന്ധിയുടെ ഉദ്ദേശവും. അവരെ കൊണ്ട് സ്വാശ്രയം ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. വിച്ച് ഇൻക്ലൂഡഡ് ഡിഗിങ് പിറ്റ്സ്. അവിടെ വേണ്ട ചെടികൾക്ക് വേണ്ട, മരങ്ങൾക്ക് വേണ്ട കുഴികൾ എടുക്കേണ്ടത്. പിറ്റ് കുഴിയാണ്. പിറ്റ് കുഴി. ഡിഗ് കുഴിക്കുക. ഡിഗ് എന്നാണ് കുഴി വെട്ടുക. അപ്പം ചെടികൾ നടാനുള്ള കുഴി വെട്ടേണ്ടതവരാണ്, ചെടികൾ നടേണ്ടതവരാണ്, വാട്ടറിങ് നടത്തേണ്ടവരാണ്, മാനുറിങ് മീൻസ് വളമിടൽ കാര്യങ്ങൾ നടത്തേണ്ടവരാണ്. ഓൾ ദ വർക്ക്സ് മസ്റ്റ് ബി ഡൺ ബൈ ദ ചിൽഡ്രൻ. ഫില്ലിംഗ് ടിമ്പർ, മരങ്ങൾ വെട്ടിവീഴ്ത്താൻ, അതായത് പ്രായമുള്ള മരം ഉണ്ടെങ്കിൽ അതിന് വെട്ടിവീഴ്ത്തിയിട്ട് പുതിയ മരം വെക്കണം. ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്, അത് പൊക്കിക്കൊണ്ടുപോകേണ്ട, ഭാരം പൊക്കിക്കൊണ്ടുപോകേണ്ട ജോലിയുണ്ട്. ദിസ് ഗിവ് ദം ആംബിൾ എക്സസൈസ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല എക്സസൈസായി. സോ എക്സസൈസ് അവിടെ നന്നായിട്ട് ലഭിക്കുന്നുണ്ട് അവർക്ക്. ആൻഡ് ദേ ടുക്ക് ഡിലൈറ്റ്. അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ദേ ടുക്ക് ഡിലൈറ്റ് ഹാപ്പിനെസ് ഇൻ ദ വർക്ക്. ആ പ്രവൃത്തിയിലൊക്കെ അവർ നല്ല സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിംസ്. എന്തുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് പ്രത്യേകം കളി ആവശ്യമില്ല, ഫിസിക്കൽ എക്സസൈസ് ആവശ്യമില്ല. ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി, ഇൻ ദാറ്റ് Tolstoy form of Mahatmaji, the children get physical exercise from daily life. നിത്യജീവിതത്തിൽ അവർക്ക് ഈ ഫിസിക്കൽ എക്സസൈസ് കിട്ടുന്നുണ്ട്. They do gardening, they plant vegetables, and they dig pits, they cut trees, they load branches, and they clean the dress, and all these are done by them. ഇതൊക്കെ അവർ തന്നെ ചെയ്യുന്നതാണ്. So there was no need of further physical exercise. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ശാരീരിക അധ്വാനത്തിന്റെ ആവശ്യമില്ല. ബട്ട് ദേ വാണ്ടഡ് ടു ഗെറ്റ് സം എഡ്യൂക്കേഷൻ. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം വേണം. നോ ടീച്ചേഴ്സ് ടു ഗെറ്റ് ദ. അവിടെ ടീച്ചർമാരില്ല. സോ Mahatmaji himself took the role of the teacher and the role of the father and the role of the guardian. അപ്പോൾ ഗാർഡിയന്റെ ചുമതലയും ഫാദറുടെ ചുമതലയും ടീച്ചറുടെ ചുമതലയും ഒക്കെ തന്നെ അദ്ദേഹത്തിനായിരുന്നു. സോ ഹി ഹാസ് സച്ച് എ ടാലന്റ്. അദ്ദേഹത്തിന് അത്തരം കഴിവുണ്ട്. കുട്ടികളെ പറ്റി ബോധമുള്ള ഒരാൾക്ക് മാത്രമേ കുട്ടികളുടെ അത്തരം ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് വി ഹാവ് ടു നോ ദെയർ മൈൻഡ്. അവരുമായിട്ട് കളിക്കണമെങ്കിൽ, അവരെ സന്തോഷപ്പെടുത്തണമെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞിരിക്കണം. അക്കോർഡിംഗ് ടു ദെയർ മൈൻഡ് വി ഹാവ് ടു വർക്ക്. അവരുടെ മനസ്സറിഞ്ഞ് നമുക്ക് ചിലത് ചെയ്യാൻ കൊടുക്കണം. എങ്കിൽ നാം പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും അവർ അനുസരിക്കും. സോ ദിസ് വാസ് ദ മെത്തേഡ് ഓഫ് മഹാത്മജി ഇൻ ദി Tolstoy farm. നോക്കൂ, they took a delight in the work, and so they did not generally need any other exercise or games. Of course, തീർച്ചയായിട്ടും some of them അവരിൽ ചിലർ, and sometimes all of them, ചില അവരെല്ലാവരും തന്നെ maninged and shirked. എന്നാൽ ചിലര് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നല്ല, അങ്ങനെയുണ്ട്. ചിലതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും, ചിലരുടെ സ്വഭാവം ഉണ്ട് അങ്ങനെ. പക്ഷെ അവരതിലേക്ക് അത് ലൈസൻസ് കൊണ്ടൊന്നുമില്ല. ചിലർ അങ്ങനെയാണ്. ഷിർക്ക്, പിൻവലിയുക, ചുരുങ്ങുക, ആൻഡ് മാലിംഗർ, വിഡ്രോ, വിഡ്രോ. ചിലരെ ഇതിൽ നിന്ന് പിൻവലിയാൻ നോക്കും. അത് ചിലരുടെ മമ്പത്തരം അതിൽ കാണിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത് മാറി കുളിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. And so this para is ended there, and this page is ended there. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നോക്കുക, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So this lesson is about Tolstoy farm, and it is the writing of Mahatmaji, and he established, സ്ഥാപിച്ചു. He founded, സ്ഥാപിച്ചു. സ്ഥാപിക്കുക, കണ്ടെത്തുക എന്നല്ലതല്ല. ഫൈൻഡിന്റെ past tense ഫൗണ്ട്. ഫൗണ്ട് എന്ന വാക്കിൽ സ്ഥാപിക്കുന്ന, ഫൗണ്ടർ, സ്ഥാപകൻ. Mahatmaji is the founder of Tolstoy farm. He founded that Tolstoy farm at Dakshin Africa, very near to at the place of Transvaal. Transvaal ജോഹാനസ്ബർഗിനടുത്ത് ട്രാൻസ്വാളിലാണ് സ്ഥാപിച്ചത്. ഓക്കെ. And it was a farm means community center for
children, and they worked there, they lived there and worked there and learned there. അവിടെ താമസിച്ചു, അവിടെ ജീവിച്ചു, അവിടെ പഠിച്ചു, അവിടെ ജോലി ചെയ്തു. They learned to live. അവർ ജീവിക്കാൻ പഠിച്ചു. They did all their work, their cooking and their training and the gardening and the cutting of trees and watering of plants and all the works they did. എല്ലാവരും ചെയ്തു. But you know, their children, some of them showed irritation. പക്ഷെ ചിലരൊക്കെ അതിലൊരു എതിർപ്പോ അല്ലെങ്കിൽ ചുരുങ്ങലോ പിൻവാങ്ങലോ ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷെ I didn't mind it. ഞാനതിനെ മൈൻഡ് ചെയ്തില്ല. And I tried them to behave like their friend. എന്നിട്ടും ഞാൻ അവരോട് അവരുടെ സുഹൃത്തുക്കളെ പോലെ പെരുമാറാൻ, സുഹൃത്തിനെ പോലെ പെരുമാറാൻ ശ്രമിച്ചു. This is the summary of this para. Now we took, and let us continue tomorrow. Thank you.